ഗൈസ്, ഞാനൊരു Q&A സെക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് നെഗറ്റീവ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് നമുക്ക് നല്ല മറുപടി കൊടുക്കാം. അപ്പൊ റെഡിയല്ലേ നിങ്ങള്? ആദ്യത്തെ ചോദ്യം, നിങ്ങളെ ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ചില തിരക്കുകൾ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളെ ചാർജ് ചെയ്യാതെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിക്കൂടെ എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടൂടെ എന്ന്. മോളെ ശിശിരെ, എറണാകുളത്ത് നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാല്, നിങ്ങള് ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് എനർജി കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെയാണ് എന്റെ കാര്യം. ചാർജ് ചെയ്യാതെ എനിക്ക് നിലനിൽപ്പില്ല. ഇതേപോലത്തെ ഫൂളിഷ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ കാരണം പല ജീവനുകൾക്കും അപകടങ്ങൾ സംഭവിക്കുന്നു, കയ്യിലിരുന്ന് പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഇതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? ചേട്ടാ, പല കമ്പനികൾ പല രീതിയിലാണ് എണ്ണ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയുന്നില്ല. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ഏറ്റവും നല്ല കമ്പനി നോക്കി നിങ്ങൾ തന്നെ വാങ്ങിക്കുക. നിങ്ങൾ ആപ്പിൾ തിന്നാറില്ലേ? ആ ആപ്പിൾ എന്തിനാ നിങ്ങൾ തിന്നുന്നത്? നല്ലതാണെന്ന് കരുതിയിട്ടല്ലേ? അതേപോലെ തന്നെ മൊബൈലിലും ആപ്പിൾ ഉണ്ടല്ലോ, അത് നോക്കി വാങ്ങിക്കൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. മൂന്നാമത്തെ ചോദ്യം, 24 മണിക്കൂറും എന്റെ മക്കൾ ഈ മൊബൈലിന്റെ മുമ്പിലാണ്. സീരീസും സിനിമകളും ഗെയിംസും മാത്രമാണ് അവർ കാണുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. എന്റെ പൊന്നു ചേച്ചി പ്രതികരിച്ചോ? ചേച്ചിയുടെ കയ്യിലും ഞാൻ ഇരിക്കുന്നില്ലേ? ചേച്ചി സീരിയല് കാണാറില്ലേ? സിനിമ കാണാറില്ലേ? എന്റെ പൊന്നു ചേച്ചിയുടെ മക്കളെ നിലക്കി നിർത്തേണ്ടത് ചേച്ചിയുടെ കഴിവല്ലേ? ചേച്ചിയല്ലേ നിലക്കി നിർത്തേണ്ടത്, അല്ലാതെ എന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. നാലാമത്തെ ചോദ്യമാണ് കേട്ടോ. എന്റെ മോന് ഭക്ഷണം കഴിക്കാൻ മൊബൈൽ വേണം. ഇപ്പൊ അതില്ലാതെ പറ്റുന്നില്ല. എന്താണ് ഞാൻ ചെയ്യുക? ഞാൻ ആകെ പെട്ടുപോയി. മോളെ പെടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മോളുടെ പ്രശ്നമാണ്. മോൾ ആദ്യം മോക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ മൊബൈൽ അവിടെ വെച്ചിട്ട് ഭക്ഷണം കൊടുത്തിട്ടാണ് ഈ അവസ്ഥ വന്നത്. ഈ പണ്ടത്തെ ആൾക്കാർ ചെയ്ത മാതിരി വയലത്തും പാടത്തൊക്കെ പോയി ഇന്ന് ഭക്ഷണം കൊടുത്തു നോക്കുകയായിരുന്നെങ്കിൽ ഇപ്പൊ ഈ അവസ്ഥ പെടില്ലായിരുന്നു. ഇതിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ.